നമസ്കാരം. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? ചിലപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി, ചിലപ്പോൾ ഒരു ഹോബി പോലും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഒഴുക്കുന്ന വിയർപ്പിനും പണത്തിനും സമയത്തിനും ഒക്കെ തക്കതായ ഒരു ഫലം കിട്ടുന്നുണ്ടോ എന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മുടെ ഏത് പരിശ്രമത്തിന്റെ മൂല്യം അളക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫ്രെയിംവർക്കിനെ പറ്റി. അപ്പം നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഏറ്റവും കാതലായ ചോദ്യം. നിങ്ങൾ അവസാനമായി ചെയ്ത ഒരു വലിയ കാര്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനുവേണ്ടി നിങ്ങൾ ചെലവാക്കിയ സമയം, പണം, നിങ്ങളുടെയും മറ്റുള്ളവരുടെയും അധ്വാനം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവസാനം കിട്ടിയ ഫലം ശരിക്കും വേർത്തായിരുന്നോ? ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള സത്യസന്ധമായ ഉത്തരമാണ് മികച്ച തീരുമാനങ്ങളിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചവിട്ടുപടി. അപ്പോ ഈ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ 4 സ്റ്റെപ്പുകളിലൂടെയാണ് പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്തല് മുതലായോ എന്ന് നോക്കും. പിന്നെ അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തത് എന്ന് കൃത്യമായി കണക്കാക്കും. മൂന്നാമതായി നമുക്ക് തിരിച്ച് എന്ത് കിട്ടി എന്നളക്കും. അവസാനം ഇതിൽ നിന്നെല്ലാം അടുത്ത തവണത്തേക്ക് എന്ത് പഠിക്കാമെന്നും മനസ്സിലാക്കും. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടായോ? ഇവിടെ നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞുപോയ തെറ്റുകൾ ഓർത്ത് വിഷമിക്കാനല്ലാട്ടോ. നേരെ മറിച്ച് നാളെ ഇതിലും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട ഒരു വ്യക്തതയുണ്ടാക്കുക. അതാണ് പ്രധാനം. അതായത് സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ നിക്ഷേപം എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എന്ന് വിലയിരുത്തുക. എവിടേക്കാണ് പണം വെറുതെ പോയതെന്ന് തിരിച്ചറിയുക. എന്നിട്ട് ആ അറിവ് വെച്ച് ഭാവിയിൽ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. ഇന്നലത്തെ അനുഭവത്തിൽ നിന്ന് നാളേക്ക് വേണ്ട ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അത്രയുള്ളൂ. ഇനി നമുക്ക് ഒരു പ്രോജക്റ്റിന്റെ യഥാർത്ഥ ചെലവുകളിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ പണത്തിന്റെ കണക്ക് മാത്രമേ നോക്കാറുള്ളൂ. പക്ഷെ ശരിക്കും ഒരു പ്രോജക്റ്റിന് 3 തരം ചെലവുകളുണ്ട്. ഈ 3ഉം ചേർത്തുവെച്ച് നോക്കിയാലേ നമുക്ക് ശരിയായ ചിത്രം കിട്ടുള്ളൂ. ആദ്യത്തേത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്നത് തന്നെ, പണം. ഒരു പ്രോജക്റ്റിനായി എത്ര രൂപ ചെലവാക്കി എന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പലപ്പോഴും ഇതിലായിരിക്കും. പക്ഷെ ഓർക്കണം, ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ ആകുന്നുള്ളൂ. ഇവിടെയാണ് കളി മാറുന്നത്. നോക്കൂ, നമ്മൾ ഓരോ കാര്യത്തിനും എത്ര പണം ചെലവഴിക്കാനാണ് പ്ലാൻ ചെയ്തത്, അവസാനം ശരിക്കും എത്ര ചെലവഴിച്ചു? ഈ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് ആ കഥ കൃത്യമായി മനസ്സിലാകും. മാർക്കറ്റിംഗിന് കരുതിയതിലും കൂടുതൽ പണം വേണ്ടിവന്നോ? അതോ ടെക്നോളജിയിൽ കുറച്ച് പണം ലാഭിക്കാൻ പറ്റിയോ? ആ വ്യത്യാസങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ചെറിയൊരു കണക്കാണ് നമ്മുടെ സാമ്പത്തിക പ്ലാനിംഗ് എത്രത്തോളം വിജയിച്ചു എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ ചെലവായ തുകയിൽ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്ത തുക കുറയ്ക്കുക. എന്നിട്ട് ആ സംഖ്യയെ പ്ലാൻ ചെയ്ത തുക കൊണ്ട് ഹരിക്കുക. ഈ ശതമാന കണക്ക് പോസിറ്റീവാണെങ്കിൽ നമ്മൾ ബജറ്റ് കടന്നു എന്ന് പറയാം. നെഗറ്റീവാണെങ്കിൽ നമ്മൾ പണം ലാഭിച്ചു. വളരെ സിമ്പിൾ, പക്ഷെ അത്രയും പവർഫുൾ. ഇനി രണ്ടാമത്തെ ഇൻപുട്ട്, പലപ്പോഴും നമ്മൾ കണക്കിലെടുക്കാൻ മറന്നുപോകുന്ന ഒന്ന്, മനുഷ്യപ്രയത്നം. ഏതൊരു പ്രോജക്റ്റിന്റെയും യഥാർത്ഥ എഞ്ചിൻ അതിനു പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ്. അവരുടെ സമയത്തിനും അധ്വാനത്തിനും ചിന്തകൾക്കും ഒരു വിലയുണ്ട്. ഒരുപക്ഷെ പണത്തേക്കാൾ വലിയ ചെലവും അതുതന്നെയായിരിക്കും. അപ്പോ ഈ മാനുഷിക ചെലവ് എങ്ങനെയാ നമ്മൾ കണക്കാക്കുക? സിമ്പിളാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എത്ര പേർ ഇതിനുവേണ്ടി പണിയെടുത്തു, അവരെല്ലാവരും കൂടി ആകെ എത്ര മണിക്കൂറുകൾ ഇതിനുവേണ്ടി ചെലവഴിച്ചു, ഇതിലൂടെ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ എത്രത്തോളം മനുഷ്യപ്രയത്നം വേണ്ടിവന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. മൂന്നാമത്തെ നിക്ഷേപം ഒരിക്കലും നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കാത്ത ഒന്നാണ്, സമയം. ഇത് കാലണ്ടറിലെ വെറും തീയതികളല്ല. ഓരോ ദിവസവും ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ഒരു പ്രോജക്റ്റ് വൈകുന്തോറും അതിന്റെ ചെലവ് കൂടിക്കൊണ്ടിരിക്കും. സമയം നഷ്ടപ്പെടുത്തുന്നത് പണം നഷ്ടപ്പെടുത്തുന്നത് പോലെ തന്നെയാണ്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്, കണ്ടോ? പ്ലാനിംഗ് ഘട്ടത്തിൽ വന്ന ചെറിയൊരു താമസം മതി ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, ലോഞ്ച്, അങ്ങനെ ഓരോ ഘട്ടത്തെയും അത് ബാധിക്കും. തുടക്കത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത സമയവും അവസാനം പ്രൊജക്റ്റ് തീർക്കാനെടുത്ത സമയവും തമ്മിലുള്ള ആ വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കൊടുത്തു എന്ന് നമുക്കിപ്പോൾ അറിയാം. പണം, അധ്വാനം, സമയം. പക്ഷെ കഥയുടെ ഒരു ഭാഗം മാത്രമേ ആയുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇതിനെല്ലാം പകരമായി നമുക്ക് തിരിച്ച് എന്ത് കിട്ടി? നമ്മുടെ ചെലവിൽ നിന്ന് മൂല്യത്തിലേക്കുള്ള യാത്രയാണിത്. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ അതോടൊപ്പം മറ്റനേകം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും തീരുമാനിക്കുന്നുണ്ട്, അല്ലേ?
അതുപോലെ ഒരു പ്രോജക്റ്റിൽ പണവും സമയവും നിക്ഷേപിക്കുമ്പോൾ ആ വിഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമായിരുന്ന മറ്റു പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. ഇതിനൊരു പേരുണ്ട്, അവസരച്ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്കിതിങ്ങനെ ചിന്തിച്ചു നോക്കാം. ഇടതുവശത്തു നോക്കൂ, നമ്മൾ ചെയ്ത പ്രോജക്റ്റ്, അതിലൂടെ നമുക്കൊരു ഫലം കിട്ടി. എന്നാൽ വലതുവശത്തോ, അതേ സമയവും പണവും വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന മറ്റൊരു പ്രോജക്റ്റ്, ഒരു പക്ഷേ അതിന്റെ ഫലം ഇതിലും വലുതായിരുന്നെങ്കിലോ? ഈ ഒരു ചിന്തയാണ് അവസരച്ചെലവ്. നമ്മൾ ഉപേക്ഷിച്ച ആ അവസരത്തിന്റെ മൂല്യം. അപ്പോ സാങ്കേതികമായി പറഞ്ഞാൽ ഇതാണ് അവസരച്ചിലവ്. നമ്മൾ തിരഞ്ഞെടുക്കാതെ പോയ തൊട്ടടുത്ത ഏറ്റവും മികച്ച അവസരത്തിന്റെ മൂല്യം. ഏതൊരു നിക്ഷേപത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും ഈ ആശയം മനസ്സിൽ വെക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോ ഒരു പ്രോജക്റ്റിന്റെ വിജയം എങ്ങനെയാണ് നമ്മൾ കൃത്യമായി അളക്കുന്നത്? ഊഹങ്ങൾ വെച്ചല്ല, കൃത്യമായ കണക്കുകൾ വെച്ച്. അതിനുള്ള ചില ടൂൾസാണ് ഈ കാണുന്നത്. ROI മുതൽ നമ്മുടെ ടീമിനെ എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിച്ചു എന്നുവരെയുള്ള കാര്യങ്ങൾ അളക്കാൻ ഈ ഫോർമുലകൾ നമ്മളെ സഹായിക്കും. ഇതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. മുടക്കിയ പണത്തിന് എന്ത് തിരികെ കിട്ടി? നമ്മൾ എത്രത്തോളം നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്? യഥാർത്ഥത്തിൽ എവിടെയെത്തി? ഈ ഗ്രാഫിലെ നമ്മുടെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ വിടവ് കണ്ടോ? ആ വിടവാണ് നമ്മുടെ കഥ മുഴുവൻ പറയുന്നത്. ഓക്കേ, കണക്കുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ നമ്പറുകൾ വെറുതെ കണ്ടിരുന്നിട്ടെന്താ കാര്യം? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് കടക്കാം. ഈ അറിവ് വെച്ച് നമ്മളിനി എന്തു ചെയ്യും? ഈ വിശകലനത്തെ എങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും? ഇനി നമ്മൾ നമ്മളോട് തന്നെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. നമ്മുടെ ഏത് നിക്ഷേപമാണ് ഏറ്റവും കൂടുതൽ ലാഭം തന്നത്? എവിടെയാണ് നമ്മുടെ പണവും സമയവും വെറുതെ പോയത്? നമ്മുടെ പ്രോജക്റ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണോ നമ്മൾ വിഭവങ്ങൾ ഉപയോഗിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലാണ് അടുത്ത വിജയത്തിലേക്കുള്ള താക്കോൽ ഇരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ അടുത്ത പടി വളരെ വ്യക്തമാണ്. ഇതാ ഒരു 4 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ. ആദ്യം, കാര്യക്ഷമമല്ലാത്ത കാര്യങ്ങളെ തിരിച്ചറിയുക. പിന്നെ, കൂടുതൽ ഫലം തരുന്നിടത്തേക്ക് വിഭവങ്ങളെ മാറ്റുക. പഴയ തെറ്റുകളിൽ നിന്ന് പഠിച്ച് പുതിയ ബഡ്ജറ്റ് ഉണ്ടാക്കുക. അവസാനമായി, നമ്മുടെ ഭാവിയുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ടീമിനെ പുനഃക്രമീകരിക്കുക. ഇതൊരു തുടർച്ചയായ മെച്ചപ്പെടുത്തലിന്റെ പ്രക്രിയയാണ്. അപ്പോ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിൽ തന്നെ അവസാനിപ്പിക്കാം. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനു മുൻപും ഈ ചോദ്യം മനസ്സിൽ വരണം. എന്റെ ഈ സമയവും പണവും കഴിവും ഇതിലും മികച്ച രീതിയിൽ മറ്റൊരിടത്ത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നോ? ഈ ചോദ്യം സ്വയം ചോദിക്കൂ. ശരിയായ ഉത്തരങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും, തീർച്ച. നന്ദി.